പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. കേരളത്തിൽ 2 അക്കം കടക്കും എന്നാണ്. എന്നുവെച്ചാൽ 10-ൽ അധികം സീറ്റുകൾ നേടുമെന്ന്. അത് ഒരിക്കലും നടക്കില്ല എന്ന് കേരളത്തെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകരെ ഒന്ന് ആവേശത്തിലാക്കാനാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന വാക്കല്ല എന്നതും എല്ലാവർക്കും അറിയാം. കാരണം ഒരിക്കലും ബി.ജെ.പി. കേരളത്തിൽ 2 അക്കം കടക്കില്ല എന്നത് കേരളീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ എത്ര സീറ്റ് ബി.ജെ.പി. നേടും? ബി.ജെ.പി. തന്നെ പറയുന്നത് 6 സീറ്റിൽ ബി.ജെ.പിക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ്. ഇനിയിപ്പോൾ 2 സീറ്റ് ചിലപ്പോൾ വിജയിച്ച് കളയാം എന്ന പ്രതീക്ഷയും ബി.ജെ.പി. നേതാക്കൾ പുലർത്തുന്നുണ്ട്. അതിൽ വിജയിക്കുമെന്ന് കരുതുന്ന 2 സീറ്റ്, ഒന്ന് തിരുവനന്തപുരത്താണ്, മറ്റൊന്ന് തൃശ്ശൂരാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ബി.ജെ.പി. 2ാം സ്ഥാനത്ത് വന്നതാണ്. കുമ്മനം രാജശേഖരനായിരുന്നു ബി.ജെ.പി. സ്ഥാനാർത്ഥി. ആ 2ാം സ്ഥാനത്ത് വന്നതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഒരു എ ക്ലാസ് മണ്ഡലമായാണ് ബി.ജെ.പി. കാണുന്നത്. ആ മണ്ഡലത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു നേതാക്കൾ മത്സരിച്ചിരുന്നുവെങ്കിൽ അത് തിരുവനന്തപുരത്തെ ബി.ജെ.പി. പ്രവർത്തകർക്ക് ഒരു ആവേശമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജയ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി, കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ പ്രവർത്തകർക്ക് അത്ര ആവേശമില്ല. ബി.ജെ.പിയുടെ പ്രവർത്തകർ, ആർ.എസ്.എസിന്റെ പ്രവർത്തകർ മാറി നിൽക്കുന്നു എന്ന വിമർശനം രാജീവ് ചന്ദ്രശേഖർ തന്നെ ബി.ജെ.പി. വേദികളിൽ ഉയർത്തിയിട്ടുണ്ട്. വേണ്ടത്ര പ്രവർത്തകരെ കിട്ടാനില്ല എന്ന പരാതി അദ്ദേഹം ഇതിനകം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു. കാരണം ബി.ജെ.പി. പ്രവർത്തകർക്കും നേതാക്കൾക്കും രാജീവ് ചന്ദ്രശേഖരനെ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ. മറ്റൊരു സീറ്റ് എന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ആ മുന്നേറ്റം തുടരാൻ കഴിയുമെന്നാണ് ബി.ജെ.പി. നേതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. തൃശ്ശൂരിലേക്ക് വരിക മാത്രമല്ല, സുരേഷ് ഗോപിയെ പ്രൊജക്റ്റ് ചെയ്ത് സുരേഷ് ഗോപി ആണ് കേരളത്തിലെ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ, കൃത്യമായ PR വർക്ക് നരേന്ദ്രമോദി തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി നടത്തുന്നതും നാം കണ്ടതാണ്. അതുകൊണ്ട് ചില പ്രതീക്ഷ ബി.ജെ.പി. പ്രവർത്തകർക്ക് ഉണ്ട്, ചിലപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു കളയും എന്നും. എന്നാൽ എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നത് ചില സർവേ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ 3-4 സർവേകൾ വന്നു കഴിഞ്ഞു. ഈ സർവേകളിൽ ഒന്നിലും ബി.ജെ.പി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് പറയുന്നില്ല, ഏതെങ്കിലും ഒരു സീറ്റിൽ ജയിക്കും എന്ന് പറയുന്നില്ല. തിരുവനന്തപുരത്ത് ബി.ജെ.പി. 3ാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് മാതൃഭൂമിയുടെ സർവേ. 3ാം സ്ഥാനത്തേക്ക്. 1ാം സ്ഥാനത്ത് ശശി തരൂർ തുടരും, 2ാം സ്ഥാനത്തേക്ക് പന്ന്യൻ രവീന്ദ്രൻ എത്തും. ബി.ജെ.പി. 2ാം സ്ഥാനത്ത് നിന്ന്, കഴിഞ്ഞ തവണയിലെ 2ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് വീഴും എന്ന സർവേ റിപ്പോർട്ട് മാതൃഭൂമിയുടേതായി തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ദേശീയ മാധ്യമങ്ങളും ഇത്തരം സർവേകൾ നടത്തുന്നുണ്ട്. ഈ ദേശീയ മാധ്യമങ്ങൾ നടത്തുന്ന സർവേകളിലെല്ലാം ബി.ജെ.പിക്ക് കേരളത്തിൽ 0 സീറ്റ് തന്നെയാണ് പ്രവചിക്കുന്നത്. എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും ജയിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു ദേശീയ സർവേകൾ. ഇപ്പോഴത്തെ ഇന്ത്യ ടുഡേയുടെ സർവേ പുറത്തു വന്നു കഴിഞ്ഞു. ഇന്ത്യ ടുഡേ സർവേയിലും കേരളത്തിൽ ഇപ്രാവശ്യവും ബി.ജെ.പി. നിലം തൊടില്ല, ബി.ജെ.പി. പൂജ്യരായി മടങ്ങേണ്ടി വരും, ബി.ജെ.പി. നേതാക്കൾ കേരളത്തിലേക്ക് വന്ന് തമ്പടിച്ച് പ്രവർത്തിക്കുന്ന ബി.ജെ.പി. നേതാക്കളെല്ലാം പൂജ്യരായി മടങ്ങേണ്ടി വരും എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സർവേ റിപ്പോർട്ടിൻ്റെ കണക്കുകളും അങ്ങനെയാണ്. സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 2019 ബി.ജെ.പിക്ക് 0 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അത് തന്നെ 2024 തുടരുമെന്ന് കൃത്യമായും പറയുന്നു. ഇന്ത്യ മുന്നണിക്ക് 20 സീറ്റിൽ 20 ലഭിക്കും. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് കേരളത്തിൽ LDF-ഉം UDF-ഉം ചേർന്നതാണ്. LDF-ഉം UDF-ഉം ചേർന്ന് 20 സീറ്റ് നേടും എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. അതിൽ UDF-ന് എത്ര, LDF-ന് എത്ര എന്ന് ഇന്ത്യ ടുഡേയുടെ ഈ സർവേയിൽ വ്യക്തമാക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ എത്ര ശതമാനം വോട്ടാണ് ബി.ജെ.പിക്ക് കിട്ടുക എന്ന് പറയുന്നുണ്ട്. ബി.ജെ.പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചിരിക്കുന്ന വോട്ട് 12%. 2019 ബി.ജെ.പിക്ക് കേരളത്തിൽ 12% വോട്ട് ലഭിച്ചിരുന്നു. ആ 12% ഇത്തവണ 15%-ആയി ഉയർത്തും എന്നാണ് ഇന്ത്യ ടുഡേ സർവേയിൽ പറയുന്നത്. 15%-ആയി ഉയർത്തും എന്നത് ഒരു 3% വർധനവ്. 15%-ആയിരുന്നില്ല കേരളത്തിലെ ബി.ജെ.പിയുടെ വോട്ട്. കേരളത്തിലെ ബി.ജെ.പിയുടെ വോട്ടിംഗ് ശതമാനം 18% വരെ ഉയർന്നിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും മുന്നേറ്റം ഉണ്ടാക്കാൻ ബി.ജെ.പി. കഴിഞ്ഞത്. 16 മുതൽ 18% വരെ വോട്ട് ഉയർത്താൻ കഴിഞ്ഞിരുന്നു. പിന്നീട് LDF വന്ന ശേഷമാണ് ബി.ജെ.പിയുടെ വോട്ട് മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയും 12%-ൽ എത്തി നിൽക്കുകയും ചെയ്യുന്നത്. ആ 12%-ൽ നിന്ന് 15%-ആയി ഉയർത്താൻ ബി.ജെ.പിക്ക് കഴിയും എന്നല്ലാതെ
മറ്റൊന്നും കേരളത്തിൽ BJPക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇന്ത്യ ടുഡേ സർവേയിൽ തന്നെ പറയുന്നത്. BJPയുടെ നേതാക്കൾ പറയുന്നത് കണക്ക് കൂട്ടിയാൽ കേരളത്തിൽ 6 സീറ്റുകളിൽ BJP ജയിക്കുമെന്നാണ് അവർ എണ്ണുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, മാവേലിക്കര, പത്തനംതിട്ട, പാലക്കാട് ഈ 5 മണ്ഡലങ്ങളിൽ അവർ എന്തായാലും വൻ മുന്നേറ്റമുണ്ടാക്കും. അത് 2 സീറ്റിൽ എന്തായാലും ജയിക്കും എന്നാണ് BJP ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ വോട്ട് ഷെയർ കുത്തനെ ഉയർത്താൻ കഴിയുമെന്നും BJP നേതാക്കൾ പറയുന്നുണ്ട്. അതിനുവേണ്ടി കേന്ദ്ര നേതാക്കൾ ഒന്നൊന്നായി കേരളത്തിലേക്ക് വരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും കേരളത്തിൽ വന്ന് പ്രചാരണം നടത്തുമെന്നും അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ കേരളത്തിലേക്ക് വരുമെന്നാണ് BJP നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രചാരണത്തിന് എത്ര പണം വേണമെങ്കിലും മുടക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് BJP. കാരണം ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപയാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഒരു വിഹിതം കേരളത്തിലേക്ക് വരുമെന്നും അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന BJP പ്രവർത്തകരുമുണ്ട്. ആ പണം തട്ടിയെടുക്കാൻ നേരത്തെ കുഴൽപ്പണം കൊടകരയിൽ നിന്ന് കുഴൽപ്പണം തട്ടിയെടുത്തത് നമ്മുടെ മുന്നിലുണ്ട്. BJPക്ക് വേണ്ടി വന്ന പണം BJPക്കാർ തന്നെ ഗുണ്ടാ സംഘത്തെ വെച്ച് തട്ടിയെടുക്കുന്ന കാഴ്ചയും നാം കേരളത്തിൽ കണ്ടതാണ്. അതേപോലെ ഈ പണം വന്നാൽ അത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന BJP നേതാക്കളും പ്രവർത്തകരും വേറെയുമുണ്ട്. അങ്ങനെ പണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയായി കേരളത്തിലെ BJP മാറിയിട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും BJP 0-0 എന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടി തന്നെയാണ് കേരളത്തിൽ BJP നേടാൻ പോകുന്ന 2 അക്ക സീറ്റ്, അത് പ്രധാനമന്ത്രി പറഞ്ഞതാണ് 2 അക്ക സീറ്റ് എന്ന്, ആ 2 അക്ക സീറ്റ് 0-0 എന്നായിരിക്കുമെന്ന് കേരളത്തിലെ BJP ഇതര നേതാക്കൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ 0-0 സീറ്റ് നേടിക്കൊണ്ട് ഇത്തവണയും BJP മടങ്ങും എന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിലും പറഞ്ഞിരിക്കുന്നത്. ഇനിയും സർവേകൾ വരാനുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ വന്ന സർവേ പ്രകാരം കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല. രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും തോറ്റ് തൊപ്പിയിടും എന്ന് തന്നെയാണ് കിട്ടുന്ന സർവേ റിപ്പോർട്ടുകൾ.